മോളെ അതെ ഇത്രയും ഇതില് അവര് വന്ന് വിളിച്ചിട്ടേ നമ്മളൊരാളെങ്കിലും പോണ്ടേ ഇയും പോണില്ല ഞാനും പോണില്ല അവരും പോണില്ല. അതൊന്നും വേണ്ട മമ്മ ഒരാഴ്ചയായി ചുമയും ജലദോഷമായിട്ട് നടക്കുന്നു. ഇനിയിപ്പൊ ഈ മഴ വീണ സമയത്ത് പോയിട്ട് തീരെ വയ്യാന്ന് പറഞ്ഞാല് അവർക്ക് അറിയാം. അവര് ഇത്രയും ഇതില് വന്ന് വിളിച്ചിട്ട് നമ്മള് പോയില്ലെങ്കിൽ അവരും വല്ലാത്തൊരു മോശല്ലേ മോളെ. പറഞ്ഞേക്ക നമുക്ക് ഒക്കെ പറഞ്ഞാച്ച അപ്പടി പോണ ഇക്കാനിന്റെ. അപ്പൊ അതെ അവർക്കൊന്നും അറിയില്ല. ഇക്ക പോകാത്ത ഉപ്പ പോകാത്തൊന്നും അറിയില്ല. അത്ര ഇതിൽ പോയി വിളിച്ചിട്ട് ഒരാള് പോലും വന്നില്ല എന്ന് പറയും. എന്തായാലും ഉമ്മ ഒന്ന് പോയിട്ട് വരാം വയ്യാന്ന് പറഞ്ഞിട്ടിരുന്നാല് അവർക്ക് അറിയില്ല. ശരി, ഞാൻ സംസുക്കാന്റെ ഓട്ടോറിക്ഷ എന്തെങ്കിലും വിളിക്കും, അതില് പോയിട്ട് വന്നാൽ മതി. ഞാൻ പോയിട്ട് വരട്ടെ പിന്നെ. ശരി, ഡ്രസ്സൊക്കെ മാറട്ടെ. ശരി. ഉമ്മാനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് ആ പരിപാടിക്കൊന്നും പോവാൻ നിക്കണ്ടെന്ന്. ഇപ്പൊ നോക്ക് പനിയും ഛർദിയും ജലദോഷവും ആയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നു. ഉമ്മക്കിപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടാ? ഇത് പറ്റിയെന്ന് അറിയില്ല മോളെ. രാത്രിയൊക്കെ ഒരേ ഛർദിയും ചുമച്ച്. ഉമ്മാനോട് ഞാൻ 1000 വട്ടം പറഞ്ഞില്ലേ അവര് വന്ന് വിളിച്ചോട്ടെ, ഉമ്മ എന്തിനാ അങ്ങോട്ട് പോവാൻ നിക്കുന്നേ? വയ്യാണ്ടിരിക്കണ നേരത്തെ അതിനനുസരിച്ചിട്ടല്ലേ വീട്ടിലിരിക്കേണ്ടത്. പോണ്ടെന്ന് വെച്ചിട്ട് പോയതാ മോളെ. ഒരേ ഛർദി. എന്താ എനിക്ക് പറ്റിയെന്ന് എനിക്ക് അറിയണില്ല. ഭയങ്കര നല്ലപോലെ. ഞാൻ എന്തിരി കഞ്ഞി എടുത്തിട്ട് വരാം. ഛർദിയും തലവേദന, വല്ലാത്ത തലവേദന. എനിക്ക് ഛർദിച്ചു പോയാൽ മാറുന്ന് വിചാരിച്ചിട്ടാണ് എന്താണ്ട് നിന്നോടൊക്കെ വിളിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന്. ഉമ്മക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വാതിലൊന്നും ഒന്ന് തട്ടിക്കൂടായിരുന്നില്ലേ? ഉപ്പാന്റെ അടുത്ത് പറഞ്ഞ ഞാൻ വന്നിട്ടുണ്ടാവില്ലേ? ഒക്കെ സഹിച്ച് ഇവിടെ കിടക്കേണ്ട ആവശ്യം എന്താ? ഇതിപ്പോ വയ്യാണ്ടായിട്ട് ഇപ്പൊ ഇവിടെ കിടന്നു ആ പരിപാടിക്ക് പോയിട്ട്. തീരെ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്താ അമ്മ കാര്യം? ഞാൻ സെബിക്കാനോട് പറഞ്ഞിട്ടേ മോനെ ഹോസ്പിറ്റലിലേക്ക് ഒന്നിട്ട് കാണിക്കാൻ പോവാ. ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞിട്ട് കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഒന്നും മാറാനും പോണില്ല. ഗുളിക എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്ന രാത്രി? പനിയുടെ ഗുളിക എടുത്ത് കഴിച്ച്. അത് കഴിച്ചിട്ടൊന്നും ഉമ്മാക്ക് ഇപ്പൊ കുറവില്ലല്ലോ. ഞാൻ എന്തായാലും ഇക്കാനോട് പറഞ്ഞിട്ടേ ഉമ്മാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിട്ട് പോവാൻ പറയാം. ഞാൻ കഞ്ഞി വെച്ചിട്ട് വരുമ്പോ അവിടെ കടന്നപ്പോ ഉമ്മ തടാ ഇന്നലെ ആ പരിപാടിക്ക് പോയപ്പോ തൊട്ട് ഉമ്മാക്ക് വയ്യാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഈ ചെന്ന് നോക്ക്. ഉമ്മാക്ക് എന്താ വയ്യേ? വയ്യ മോനെ. എന്റെ മോൻ സ്കൂളിൽ പോയില്ലേ? ശനിയാഴ്ച അല്ലേ ക്ലാസ് ഒന്നുമില്ല. ഞാൻ കളിക്കാൻ പോട്ടെ. എവിടേക്ക് കളിക്കാൻ പോണതേ? ചുറ്റോട് ചുറ്റും വെള്ളം കയറി കിടക്കുക. കളിക്കാൻ പോണത്ര. ശനിയാഴ്ച കൊണ്ടാണ് ബുക്കുകൾ എടുത്ത് വെച്ചിട്ട് പഠിക്കാൻ നോക്ക്. എവിടേക്കും പോണ്ട. പോയാലോ ഉപ്പ വന്നാ പറഞ്ഞു കൊടുക്കും. കളിക്കാൻ പോണത്ര. വെള്ളം കയറി കളിക്കുക. പേടിയാകണു. എവിടേക്കും പോണ്ട. പോയിട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതാനോ പഠിക്കാനുണ്ടെങ്കിൽ പോയി പഠിക്ക്. ചെല്ല്. എല്ലാം കഴിച്ചായി? ഇല്ല മോനെ, വെള്ളം കയറി എടുത്തൊന്നും പോയില്ല. ഈ മുറ്റത്ത് തന്നെ കളിക്കുള്ളൂ. അതെ, വേഗം പോയിട്ട് കുറച്ചു നേരം കഴിച്ചിട്ട് വേഗം പാ. അതെ, എന്നെ തെരഞ്ഞു വരാനൊന്നും ഉമ്മാക്ക് വയ്യ പൊന്നു. തീരെ വയ്യ. അതുകൊണ്ടാണ് ഇത്രയും നേരം കഴിച്ചിട്ട് വേഗം പാ. ശരി. എന്താ സെബിക്ക, ഞാൻ രാവിലെ തൊട്ട് നിങ്ങളോട് പറയുന്നില്ല ഉമ്മ വയ്യാണ്ട് കിടക്കാന്നൊന്ന് ഹോസ്പിറ്റലിൽ കൂട്ടിട്ട് പോയിക്കോളൂ. ഇപ്പൊ സമയം നോക്കൂ, 4 മണി കഴിയാനായി. നീ എന്തിനാ ഇടക്കിടക്ക് എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഉമ്മാക്ക് വയ്യങ്ങ പോയി റെസ്റ്റ് എടുക്കാൻ പറ. എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയോ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ആവശ്യം എന്താ? എന്തിനാ സെബിക്ക അങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നലെ ആ പരിപാടിക്ക് പോയിട്ട് വന്നതിന് ശേഷം തല പൊന്തിച്ചിട്ടില്ല. രാത്രിയൊക്കെ പനിച്ചിട്ട് കിടന്നെന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങളൊന്ന് കൊണ്ടുപോകാൻ പറയുന്നത്. ഇന്നലെ ആ പരിപാടിക്ക് പോകുമ്പോ 100 വട്ടം പറഞ്ഞല്ലേ ഇവിടുന്ന് പോണ്ടാന്ന്. പിന്നെ എന്ത് ഉമ്മാക്ക് അത് പോയിട്ട് പറയുന്നത് അവിടുന്ന് ആരും പോയില്ലെങ്കിൽ പറ്റില്ലല്ലോ, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഉമ്മ നിർബന്ധിച്ചിട്ട് പോയത് തന്നെയാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഉമ്മയൊക്കെ പഴയ ആൾക്കാരെ എത്ര വട്ടം പറഞ്ഞാലും ഒരു മനസ്സിലാവാത്ത പോലെ നിക്കുക. അവിടെ കിടക്കട്ടെ, കുറച്ച് കിടന്നാലേ പഠിക്കുള്ളൂ. അല്ല പിന്നെ ശരി, അതിനൊക്കെ ഇപ്പൊ എന്തിനാ പാഠം പഠിപ്പിക്കുന്ന സമയമാണ്. ഉമ്മക്ക് തീരെ വയ്യാട്ടാ. ഛർദിയും ജലദോഷം തലവേദനയും ഒക്കെ ആയിട്ടാണ് അവിടെ കടന്നുകൊണ്ട് നിൽക്കുന്നത്. ഒന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിട്ട് പോയി വരുമ്പോഴത്തേനും ഇപ്പൊ സെബിക്കാക്ക് എന്താ സംഭവിക്കുന്നു? ഇവിടെ ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കാൻ തന്നെയല്ലേ എപ്പോഴും തന്നെ അവസ്ഥ. എന്തെങ്കിലും പോണ്ടാന്ന് പറഞ്ഞാൽ പോവും, പിന്നെ വീണ്ടും വരും. ഛർദി ചുമ പനി എന്ന് പറഞ്ഞിട്ട് കിടക്കും. 2 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞോണ്ടിരിക്കല്ലേ. ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിട്ട് പോയിട്ട് വായോ. അതിലിപ്പോ എന്താ വരാൻ പോകുന്നത്? 2 ദിവസം കഴിഞ്ഞത് മാറിക്കോളൂ. അതൊക്കെ സാധാരണ ഇവിടെ ഉള്ളതാ. എവിടേക്കെങ്കിലും പോയി വന്ന ഈ പനി ചുമയൊക്കെ അതിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്നും ഓടേണ്ട ആവശ്യമില്ല. അത് ചുമക്കട്ടെ, 2 ദിവസം കഴിഞ്ഞാൽ താനെ മാറിക്കോളും. ഇങ്ങനെയൊന്നും കാണിക്കല്ലേട്ടാ. അതെ, എനിക്ക് വേറെ കുറെ പരിപാടികളുണ്ട്. എന്ത് കാര്യങ്ങള്? ഏത് നേരം ഇവിടെ മൊബൈൽ നോക്കി ഇരിക്കൽ തന്നെയല്ലേ? ഒരു ഇതിനും ഇല്ലാത്ത പോലെ, ഇവിടെ ആയിട്ടിട്ട് ബന്ധമില്ലാത്ത പോലെയാണ് നിങ്ങളെ ഇരിപ്പൊക്കെ. ഇതിനാണിപ്പോ ഒന്നില്ലെങ്കിൽ ഉമ്മ തന്നെയല്ലേ വയ്യാണ്ട് കിടക്കണം. അതിനൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിട്ട് പോ. ചുമച്ച് കിടക്കണോ എനിക്ക് വിഷമാവുന്നു. ഇല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞാൻ കൂട്ടിട്ട് പോവാ ഉമ്മാനെ. എന്റെ ഉമ്മ തന്നെ. എനിക്കൊന്നും വയ്യ. അത് ഉപ്പ വന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കി കണ്ടാ പറയണ. ഇങ്ങനെയൊന്നും കാണിക്കില്ലട്ടോ സെബിക്ക. നിങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കണ നേരമുണ്ടെങ്കിലേ ഉപ്പ വന്നിട്ട് ഞാൻ ഉപ്പാന്റെ അടുത്ത് കൂടെയോ അല്ലെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് കൊണ്ടുപോവാ. പിന്നെ സെബിക്ക് ഈ പറയണൊന്നും ഉമ്മ കേൾക്കാൻ നിക്കണം കേട്ടാ. അതിന് വല്ലാത്ത വിഷമാവും.
ഞാനായിട്ട് ഇനി പറയുന്നില്ല, ഇനി അവര് കേൾക്കുന്ന രീതിയിൽ പറയാനും നിക്കണ്ട, അത്രേ പറയാനുള്ളൂ. പിന്നെ വേറെ പണിയില്ല. അമ്മ മേലാണോ കഴുകിയേ? ആ മേലെന്നെ കഴുകി മോളെ, തല കുളിച്ചില്ല. മേല് കുളിച്ചാൽ തീരെ വയ്യ, കയ്യും കാലൊക്കെ ഭയങ്കര വേദന, ശരീരം വേദന. 2 ദിവസം അതിൻ്റെ മേല് നനച്ചിട്ട് അപ്പൊ ഒന്ന് മേല് കുളിച്ചതാ ചൂടുവെള്ളത്തിൽ. ശരി, തീരെ വയ്യ മോളെ. ഷെഫീക്ക് ഡോക്ടറെ അടുത്ത് പോകാന്ന് പറഞ്ഞിട്ട് എന്തായി? ഷെഫിക്ക പോവാന്ന് തന്നെയാ അമ്മ പറയണേ, പക്ഷെ അവരെ വണ്ടിയിൽ എന്തോ നാശമായിട്ടുണ്ടെന്ന്. ഉപ്പ വന്നിട്ട് അതില് പോവാന്നാ പറയണേ. അമ്മ തൽക്കാലം കിടന്നോ, നമുക്ക് ഒന്നില്ലെങ്കിൽ ഉപ്പ വന്നിട്ട് ആ വണ്ടിയിൽ പോവാ, അല്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി ഓട്ടോറിക്ഷയിൽ പോയാലും മതി അമ്മ. എങ്ങനെയായാലും കുഴപ്പമില്ല മോളെ, എനിക്ക് തീരെ വയ്യ ശരീരം കൊണ്ട്. 2 കിടക്കുന്നു. ഞാൻ കഞ്ഞി എന്തേലും വെച്ചിട്ടേ കൊണ്ടുതരാം. എന്താ പറയാ, എന്താ മീനിനൊക്കെ വില, തീ പിടിച്ച വിലയാ, എളുപ്പല്ല. ഉമ്മാക്കിപ്പോ എങ്ങനെയുണ്ട്? രാത്രി വെച്ച് കുറവുണ്ടോ പനി? ഒരു കുറവുമില്ല, ഇപ്പൊ നല്ല പനി പനിച്ചിട്ട് തന്നെ ഇവിടെ കിടക്കുന്നത്. ഉമ്മാക്ക് തലവേദന തലയിറക്കം എന്നൊക്കെ പറയുന്നുണ്ട്. രാത്രിയൊക്കെ പനി ഉണ്ടായിരുന്നു. രാത്രി നല്ല പനി ഉണ്ടായിരുന്നു, 2-3 വട്ടം ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാറ്റോടത്തിന് പോയി വന്നിട്ട് കൊണ്ടുപോകാതിരിക്കുന്നു. ഉമ്മ പറഞ്ഞ കൂട്ടാക്ക് ലാസ്റ്റ്. ഞാന് രാവിലെ കുറെ വട്ടം വിളിച്ചു ഹോസ്പിറ്റലിലേക്ക് പോവാന്നത്. ഇപ്പൊ എന്തോ പറയുന്നുണ്ട് പോവാന്ന്. ഉപ്പാനും കാത്ത് നിക്കാണ് ഞങ്ങൾ ഇവിടെ. ഞാൻ ഉമ്മാന്റെ അടുത്ത് അപ്പഴും പറഞ്ഞതാണ്, ആ പരിപാടിക്കൊന്നും പോണ്ട, ആരെങ്കിലും വിളിച്ചെന്ന് വെച്ചിട്ട് ഉമ്മ ഇന്ന് ചാടി ഓടി പോവാൻ നിക്കണെന്ന്. അത് പറഞ്ഞ കൂട്ടാക്കില്ലല്ലോ. ഉള്ള മഴയൊക്കെ കൊണ്ടിട്ട് തന്നെ ഉപ്പ അപ്പൊ പനി വന്നിക്കണത്. കൊള്ളണ്ട പറഞ്ഞ പനി, മഴയൊക്കെ കൊള്ളുകയും ചെയ്യും. എല്ലാം കൊണ്ടിട്ടുണ്ട്. എന്നാ ആ ഫൈസലിക്കാന്റെ ഓട്ടോറിക്ഷയിൽ കയറി എങ്ങനെ വന്നാ മതിയായിരുന്നു, അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരെ നേരം വരികയാണെങ്കിൽ ഉമ്മ അല്ല ഇവിടെ ആരും പിള്ളേരുണ്ടാവും പറഞ്ഞ് വണ്ടി വരാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. എന്നാ മതി, സെബിക്ക് ഇങ്ങോട്ട് വാ. ആശുപത്രി പോവാന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുക, റെഡി ആവണമെന്നില്ല. അപ്പൊ അത് ഉപ്പാനെയും കാത്തിക്ക, ഉപ്പ വന്നിട്ട് ഉപ്പാന്റെ ബൈക്കിൽ പോവും, അല്ലെങ്കിൽ അപ്പൊ ഷെഫിക്ക് മോൻ കൊണ്ടുപോയില്ലേ? ആ ഷെബിക്ക കൊണ്ടുപോകണം തന്നെ ഇപ്പൊ പറയുന്നത്. അവര് വണ്ടിയിൽ എന്തോ കംപ്ലൈന്റ് ആയിരുന്നു, പിന്നെ ഏതോ കൂട്ടുകാരൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ പോണെന്ന് പറഞ്ഞിട്ടാ നിക്കണ്. അപ്പൊ ഫോൺ വിളിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ വരാൻ പറഞ്ഞിട്ട് അതിൽ കയറ്റി വിടായിരുന്നില്ല അവർക്ക്? എന്നിട്ട് അവര് പോയിരുന്നില്ലേ? ഇല്ല, ഷെബിക്ക അവിടെ ഉണ്ട്. ഉപ്പ വന്നിട്ട് പിന്നെ ഉപ്പാന്റെ കൂടെ പോവാലോ എന്ന് വെച്ചു. ഇതിന്റെ കൂടെ വരികയെന്ന് പറഞ്ഞാൽ ഞാൻ ബൈക്കിൽ കൊണ്ടുപോകാൻ മഴ കൊണ്ടിട്ട് ഇനി പനിയൊന്നും കൂടാനാ? ഇതിൽ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയേനെ. ഇനിയിപ്പോ ഓട്ടോറിക്ഷ വിളിച്ച് പോവാണെങ്കിൽ ഞാനും ഉമ്മയും പോണം. അപ്പൊ അത് അവിടെ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. ഉപ്പ എന്നെ ഒന്ന് കൂട്ടിട്ട് പോവായിരുന്നു. ശരി, ഞാൻ കൊണ്ടുപോകാം, ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ കൊണ്ടുപോയിക്കോളാം. നിങ്ങളൊന്നും ബുദ്ധിമുട്ടുണ്ടായി. ശരി, കഷ്ടം. പനി കുറവുണ്ടോ? നിങ്ങള് വന്നാ? എണിക്കണ്ട, അവിടെ കിടന്നോ അവിടെ എണിക്കണ്ട. എല്ലാടേ നിന്റെ മോന് കൂട്ടുകാരന്മാരെ കാണാൻ പോകുന്ന നേരമുള്ളൂ, നിനക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരമില്ല അല്ലേ? കേൾക്കുന്നുണ്ടോ അവരിതും പറയണത്? അപ്പൊ കൂട്ടുകാരൻ നിന്റെ മരിയോള് അങ്ങനെയാണല്ലോ പറഞ്ഞത്, കൂട്ടുകാരെ കാണാൻ ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതൊരു ചിന്തയില്ല. അത് കൂട്ടുകാരെ കാണാൻ ഇപ്പൊ ഏറ്റവും വലിയ കാര്യം. മക്കളൊക്കെ അങ്ങനെ തന്നെ. എന്ത് മക്കൾ ഇങ്ങനെയാണോ? സ്വന്തം പനി പിടിച്ച് കിടക്കുമ്പോ, നടക്കാൻ വയ്യാണ്ട് കിടക്കുമ്പോ കൂട്ടുകാരന്മാരെ കാണാൻ പോലും കറങ്ങാൻ പോലെ പണി. ഓരോ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉമ്മയും വേണ്ട ഉപ്പയും വേണ്ട, ആരും വേണ്ട. അവർക്ക് അവരെ ഭാര്യ അവരെ. ഇപ്പൊ ഞാൻ തന്നെ വന്ന്, ഇപ്പൊ കച്ചവടം കഴിഞ്ഞ ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോണ നേരമായി. ഇപ്പൊ നോക്ക്, പനിച്ച് കുറച്ച് കിടക്കുമ്പോ എന്തേലും പോലും ചോദിച്ചില്ല. മക്കളും മരുവോള് കുഴപ്പമില്ല, അവള് വന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ അടുത്ത് പോവാന്നൊക്കെ പറഞ്ഞു. അത്ര പോലും ചോദിച്ചില്ല. ഒക്കെ നീ വെച്ചു കൊടുക്കണ വളം, അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാ? നീയല്ലേ ഓരോ കാര്യങ്ങൾ മോനെ സപ്പോർട്ട് ചെയ്ത് പറയാ. ഇപ്പൊ അനുഭവിച്ചോ? ഒരു നിസാര കേസ് ഒരു പനി വന്നു, ഇങ്ങനെ വേറെ വല്ല സീരിയസ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താവും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരിടയിൽ വരാണ്ടൊന്ന് കാക്കട്ടെ. എപ്പോ നോക്കിയാൽ തന്നെ മോൻ അങ്ങനെയാണ്, നല്ലതാണ്, നേച്ചറാണ്, മറിച്ചെന്നൊക്കെ പറയും. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ ഒരാളും ഉണ്ടാവില്ല. ലാസ്റ്റ് ഞാൻ തന്നെ വന്നില്ലേ? എന്തൊന്നും ഉണ്ടാത്ത നീ? മക്കള് നോക്കിയില്ലെങ്കിൽ എന്താ, അല്ല ആയുസ് നിങ്ങൾക്ക് ഇട്ട് തരട്ടെന്ന്. അതന്നെ എനിക്ക് നിങ്ങളൊന്നും നിൽക്കുന്ന. എന്നാ നീ എണിച്ചിട്ടേ പെട്ടെന്ന് പറഞ്ഞു തന്നിട്ടൊന്നും കാര്യമില്ല. നീ വേറെ റെഡിയാകാൻ നോക്ക്. ഞാൻ ഇത്തിരി കഞ്ഞിയും കുടിച്ചിട്ടേ വേറെ റെഡിയാക്കി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കാം. കുടുംബത്തന്നെ ഉണ്ടായിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കണമെങ്കിലേ ഈ ഷെബിക്ക് വരണാണ് ഇപ്പൊ ഇതൊക്കെ കേൾക്കണ്ട. ആ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തൊക്കെ എന്നോടൊക്കെ ചോദിച്ചു നോക്കട്ടെ.
സെബിക്കങ്ങൾ എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണ്? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കൂട്ടുകാരനെ കാണും. എന്തിനാ സെബിക്ക് ഇങ്ങനെ കാണിക്കും? ഒന്നില്ലെങ്കിൽ നിങ്ങളെ ഉമ്മയല്ലേ അപ്പത്തെ പനിച്ച് കിടക്കണത്, അതിനൊന്നും ഹോസ്പിറ്റലിലേക്ക് കൂട്ടിട്ട് പോകാൻ പോലും നിങ്ങൾക്ക് ഇപ്പൊ നേരല്ല അല്ലേ? നിങ്ങളിപ്പോ കൂട്ടുകാരനാണോ വലുതായിട്ട് നിക്കണ്? സെബിക്ക് ഇപ്പൊ എങ്ങനെയൊക്കെ കാണിക്കാൻ മാത്രം ഉമ്മാന്റെ മേലെ എന്താ അത്രമാത്രം ഒരു ദേഷ്യം സെബിക്കാക്കുള്ളത്? ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതല്ലേ ഉള്ളൂ. എനിക്കൊരു ദേഷ്യമില്ല, അത് ഉപ്പ വന്നാൽ കൊണ്ടുപോയിക്കോളൂ. എനിക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലേ എന്ത് കൂട്ടുകാരനെ കാണാൻ കാര്യങ്ങള്? പോകുന്നത്. ഉമ്മ അവിടെ പനിച്ച് കിടക്കണ വേണ്ടില്ല, ഉപ്പ ഒരു വന്നിട്ട് പനിയില്ല. കൊണ്ടുപോകും. ഞങ്ങള് കൊണ്ടുപോകുന്നു വേണ്ട. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യണെന്ന് മാത്രമേ ഞാനൊരു ചോദിച്ചുള്ളൂ. 100 വട്ടം പറഞ്ഞ ഉമ്മ അടുത്ത് ആ പരിപാടിക്ക് അങ്ങനെയൊന്നും പോണ്ടാന്ന്. അതൊക്കെ ഞാനും പറഞ്ഞു. ഇനിയിപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എന്താ ബുദ്ധിമുട്ട്? അത് ഉപ്പ വന്നിട്ട് കൊണ്ടുപോയിക്കോളൂ. എനിക്കൊന്നും വയ്യ. ഓ എന്താ സെബിക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ ഇന്ന് അവരുടെ അടുത്ത് വരാന്ന് പറഞ്ഞതാ. ഞാൻ മാറ്റി പറയാനൊന്നും പറ്റില്ല. ഉപ്പ വന്നിട്ട് കൊണ്ടുപോട്ടെ. നിങ്ങൾക്കിപ്പോ നിങ്ങളെ ഉമ്മാനെയും കാട്ടി ദാരിദ്ര്യം ഇപ്പൊ കൂട്ടുകാരന്മാരോട് പറഞ്ഞാൽ പോലെ വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അവിടെ ഉമ്മ ശരിയാക്കി തരാം. ഇപ്പൊ എങ്ങടെ പോണു? ഉമ്മാന്റെ അടുത്ത് ഇരുന്ന് ചൂടാവാനാണോ? എന്താ വേണ്ടെന്നൊക്കെ എനിക്കറിയാം. നീ നിന്റെ പണി നോക്കിയേ. എന്തൊരു കഷ്ടം. അതെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇന്നലെ അത്രയും പറഞ്ഞല്ലേ ആ പരിപാടിക്ക് ഈ മഴയും കൊണ്ട് പോണ്ടാന്ന്. അത് കൊണ്ട് പോയി വന്നിട്ട് ഇവിടെ പനിയാന്ന് പറഞ്ഞിട്ട് ആശുപത്രിക്ക് പോവാൻ വായോ എന്നിട്ട് മനുഷ്യനൊന്നും വരാൻ പറ്റില്ല കേട്ടാ. പറ്റിയില്ലെങ്കിൽ വല്ല ഓട്ടോറിക്ഷയിലോ ബസ്സിലോ കയറി പോയിക്കോ. ഇതെന്താ ഇത്? ഞാനങ്ങനെ ആശുപത്രിക്ക് പോകണമെന്ന് മോനെ നിന്നെ വിളിച്ചൊന്നുമില്ലല്ലോ. എന്തിനാ മോൻ എന്നോട് വന്നിട്ട് ചൂടാകുന്ന കാലത്ത്? മോൻ കൊണ്ടുപോകണ്ട മോനെ, ഉപ്പ വന്നിട്ട് കൊണ്ടുപോകും. മോൻ കൂട്ടുകാരൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ പൊക്കോ. മോൻ ഇപ്പം എന്നെ കൊണ്ടുപോയിട്ട് മോൻ ബുദ്ധിമുട്ടണ്ട. ഉപ്പ കൊണ്ടുപോകും കേട്ടാ. ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല. ഉമ്മാക്ക് ഒറ്റയ്ക്ക് ബസ്സിൽ പോകാൻ പറ്റണില്ല. അത് കാരണമാണ് ഉപ്പ കച്ചവടം കഴിഞ്ഞ് വന്നിട്ടേ ഉപ്പ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പാടെ കൂടെ പൊക്കോണ്ട്. എൻ്റെ മോൻ ഉമ്മാക്ക് കൊണ്ടുപോയിട്ടോ. എൻ്റെ മോൻ കഷ്ടപ്പെടണ്ട. എൻ്റെ മോൻ പോകുന്നോടക്ക് പൊക്കോ, കുഴപ്പമില്ല. ഇതിപ്പോ ഉമ്മ പറയുന്നുണ്ടല്ലോ ഉപ്പ കൊണ്ടുപോകുന്നു. പിന്നെ എന്തിനാ ഇടക്കിടക്ക് എന്റെ അടുത്ത് വന്നിട്ട് ആശുപത്രിക്ക് കൊണ്ടുവന്ന് പറഞ്ഞോണ്ടിരിക്കണേ? ഉപ്പ കച്ചവടം കഴിഞ്ഞ് വന്നിട്ടാണോ ഉമ്മാനെ കൊണ്ടുപോകണ്ട്? സെബിക്ക് ഇവിടെ തന്നെയല്ലേ ഇരിക്കണ്. ഉമ്മാക്കൊന്ന് കൊണ്ടുപോകുമ്പത്തിന് എന്ത് ഉമ്മാക്ക് നോക്കാം എത്ര ഒരു വിഷമമുണ്ട് സെബിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോ. ഉമ്മാക്ക് ഒരു വിഷമവും ഇല്ല. ഉപ്പ കൊണ്ടുപോകുന്നാ പറഞ്ഞേ. നീ എന്നെ പിടിച്ച് ശല്യപ്പെടുത്തല്ലേ? ഇതൊക്കെ ഒരു ശല്യപ്പെടുത്തലാണോ സെബിക്കാക്ക്? ഉമ്മാനെ ഒന്ന് കൂട്ടിട്ട് പോവാ നിസ്സാര കാര്യമാണ് ഇതൊക്കെ. ഇതിനൊക്കെയാണ് സെബിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യങ്ങൾ തന്നെയാട്ടാ. ഞാൻ ഇന്ന് അത്യാവശ്യമായിട്ട് എന്റെ കൂട്ടുകാരനെ കാണാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ. ഉമ്മാക്ക് പറഞ്ഞപ്പോ മനസ്സിലായില്ലോ. നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? ശരി, എന്തോ ചെയ്യും. നിങ്ങളുടെ ഇഷ്ടത്തിന് പോലെ റെഡി ആയി പോയിക്കോ. അതന്നെ നല്ലത്. ഞാൻ പോവാ. ഉമ്മ ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഉപ്പ വന്നില്ലേ ആശുപത്രിക്ക് കൊണ്ടുപോവാന്? ശരി, ഉമ്മ ഇവിടെ കിടക്കും. ഇല്ലടാ, ഞാൻ ഒരു ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എനിക്ക് നേരില്ല അല്ലേ? നീ എങ്ങടാ പോണിപ്പോ? ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഇറങ്ങാൻ നിക്കുക. ഞാൻ കേട്ടിട്ടാ വന്നത്. ഒന്നുമില്ലെങ്കിൽ നിന്റെ ഉമ്മയല്ലേ നിനക്ക് കൂട്ടുകാരന്മാരെ വലുത്, ഉമ്മയെ വലുത് നിക്ക്. അതൊന്നും ആലോചിക്കാനുള്ള ഒരു ബോധമില്ല നിക്ക്. കുട്ടി വന്ന് ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങളൊക്കെ എന്താ അമ്മ അങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അതുപോലും ചോദിക്കണ്ട. നീ കൂട്ടുകാരന്മാരെ വലുത് അങ്ങോട്ട് ഓടുണ്ടല്ലോ. ഇതൊക്കെ എന്തത്? നീ എന്തിനാണ് നിങ്ങയൊക്കെ കാണിക്കുന്നത്? വന്നില്ലെങ്കിൽ 10 മാസം ചുമന്ന് പറ്റില്ല ഉമ്മ. അതിനൊന്നും നോക്കണ്ടേ? വന്ന വരുമ്പോഴേക്ക് നല്ല സ്നേഹമുണ്ട്. നിക്കത് സ്നേഹമില്ലാണ്ടിരിക്കുന്നു. ഇപ്പൊ പനി വരുമ്പോഴേ ഉമ്മ ഉറങ്ങാണ്ട് ഉറക്കം വെച്ചിരിക്കുന്ന സമയമായിരുന്നു. ആ സമയം ഉണ്ടായിരുന്നു. അതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടാണ് ആ ഉമ്മാനെ ഒന്ന് തിരിഞ്ഞു നോക്കാണ്ട് നീ കൂട്ടുകാരന്മാര് വലുതുമായിട്ട് പോയത്. നിന്റെ മനസ്സിൽ കല്ലായില്ല മോനെ. പെറ്റ ഉമ്മനെ പോലും നോക്കാണ്ട് എന്തിട്ട് ജന്മങ്ങളാണ് നിങ്ങളൊക്കെ. ഉമ്മാനൊന്ന് ആസ്പത്രി കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങൾ ചെലവാകുന്നില്ല. നമ്മൾക്കൊരു സ്നേഹബന്ധമാണ്. ഞങ്ങൾ ആരാ നിന്റെ ഉമ്മ ഇപ്പല്ലേ? അതൊന്ന് ഓർത്താൻ എനിക്ക് നല്ലത്. അത്രയ്ക്ക് പറയാനുള്ളൂ.